ഇനി കോഴിക്കോടേക്ക് പോവുകയാണ്. അവിടെ ദിൽഷ തിലകൻ തയ്യാറാണ്. ദിൽഷ, ഡോക്ടർ സമരം ഉൾപ്പെടെ വടക്കൻ കേരളത്തിൽ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്? ദിൽന, പ്രധാനമായിട്ടും ഡോക്ടർമാരുടെ സമരം തന്നെയാണ് വടക്കൻ കേരളത്തിൽ അത് സാരമായിട്ട് തന്നെ രോഗികളെ ബാധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. കാരണം ഇന്ന് 5ാം ദിവസത്തിലേക്ക് ഡോക്ടർമാരുടെ സമരം കടക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്, ആദ്യഘട്ടം ഈ സമരത്തെക്കുറിച്ചൊന്നും അറിയാതെ രോഗികൾ വന്നതാണ്. വടക്കൻ കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും സാധാരണക്കാരായ രോഗികളുടെ ഏക അത്താണിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അവിടെ ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടക്കുമ്പോൾ ഈ വാർത്തകളെക്കുറിച്ചൊന്നും അറിയാത്ത ഈ സമരത്തെക്കുറിച്ചൊന്നും അറിയാത്ത സാധാരണക്കാരായ മനുഷ്യർ ആദ്യഘട്ടത്തിൽ നിരവധി രോഗികൾ ഇത്തരത്തിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആശുപത്രികളിലേക്ക് എത്തുകയും ചികിത്സ ലഭ്യമാകാതെ മടങ്ങിപ്പോകുന്ന ഒരു സങ്കടകരമായ കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. എന്നാൽ ഇന്നലെ മുതൽ തന്നെ ഈ ശസ്ത്രക്രിയകളടക്കം നിർത്തിവെച്ചത് കാരണം രോഗികൾ വരുന്നത് ഇല്ല എന്ന് തന്നെ പറയാം. ഈ 5 ദിവസമായി അതുകൊണ്ട് തന്നെ വാർത്തകളിലൂടെ മറ്റും വിവരം അറിഞ്ഞ് ഇപ്പോൾ രോഗികൾ എത്തുന്നില്ല. എന്നാൽ പോലും ചികിത്സ ലഭ്യമാകാതിരിക്കുന്നത് സാധാരണക്കാരായ നിർധനരായ രോഗികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. വലിയ ചിലവ് വഹിച്ച് അത് സ്വകാര്യ ആശുപത്രികളെയൊക്കെ ആശ്രയിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരായ രോഗികളെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി തന്നെയാണ്. എന്നാൽ ഡോക്ടർമാരുടെ സമരം അവർക്ക് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അനുകൂല നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് അത് ഡോക്ടർമാർ അത്തരത്തിലൊരു ആശങ്ക ഡോക്ടർമാരും പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ സമരം 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നടക്കം സാധാരണ ഈ സമയങ്ങളിലടക്കം കോഴിക്കോട് മെഡിക്കൽ കോളേജ് OPയിൽ വലിയ രീതിയിലുള്ള തിരക്കുണ്ട്. എന്നാൽ ഇപ്പോൾ രോഗികളുടെ തിരക്കില്ല. ഡോക്ടർമാർ ഈ സമരം ശക്തമാക്കുക തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പങ്കുവെക്കാനുള്ളത്, വടക്കൻ കേരളത്തെ സംബന്ധിച്ച് മൊത്തം മതവിശ്വാസികളെ സംബന്ധിച്ച് ഇന്ന് നമുക്കറിയാം, റമദാൻ മാസം ആരംഭിച്ചു കഴിഞ്ഞു. ജുമാ നമസ്കാരത്തിനായിട്ട് ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ഒത്തുകൂടുന്ന ദിവസമാണ്. അതായത് ഈ റമദാൻ മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ്. ജുമാ നമസ്കാരവും അതിനായിട്ടുള്ള ഒത്തുകൂടലുമെല്ലാമാണ് ഈ ദിനത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനായിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ വിശ്വാസികൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വൈകിട്ടോട് കൂടി തന്നെ വിശ്വാസികൾ അതിനായിട്ട് ഈ ഖുർആൻ പാരായണങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും എല്ലാം ഈ ഒരു ആദ്യ ജുമാ നമസ്കാരത്തിനായിട്ട് ഒത്തുചേരുന്നതായിരിക്കും. ദിൽഷ തിലകനാണ് കോഴിക്കോട് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.